ട്രൈബൽ ജനതയ്ക്ക് വേണ്ടി ഒരുപക്ഷെ അവരുടെ വക്താവായി തീരേണ്ട അത്യുന്നത ഭരണാധികാരി ഇന്ത്യയുടെ പ്രസിഡന്റ് എന്തേ സംസാരിക്കാത്തത്? എന്തേ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് ചോദ്യം ചോദിക്കാത്തത്? ഇതൊക്കെ നമ്മെ വല്ലാതെ അലട്ടുന്ന പ്രശ്നങ്ങളാണ്. ഇവിടെ എന്താണ് പരിഹാരം? ഉറക്കം നടിക്കാൻ കഴിയും, മൗനം നടിക്കാൻ കഴിയും. ആ മൗനം വെടിഞ്ഞേ മതിയാകൂ, ഉറക്കമുണർന്നേ മതിയാകൂ. കണ്ണ് തുറക്കണം, കാത് തുറക്കണം, ജനത്തിൻ്റെ നിലവിളി കേൾക്കണം. ആയിരങ്ങൾ പലായനം ചെയ്യുന്നു. പലായനം ചെയ്തെടുത്തും അവർക്കിടമില്ലാതെ അവർ നട്ടം തിരിയുമ്പോൾ പരസ്പരം ചെളി വാരി വിതറാതെ ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും, ഓരോ വനിതയുടെയും, ഓരോ സ്ത്രീയുടെയും, ഓരോ കുഞ്ഞിൻ്റെയും, ഓരോ ഗിരിവർഗ സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണാധികാരികൾ ഏറ്റെടുക്കണം. അതിന് ജാഗ്രത വേണം, ആർദ്രത വേണം, ജനാധിപത്യ ബോധം വേണം, ദൈവം മനസ്സിലുണ്ടാകണം, ഈശ്വര ചിന്തയുണ്ടാകണം. വർഗീയത കൊണ്ട് ഒന്നും ഈ രാജ്യം നേടില്ല. രാഷ്ട്രീയ സംവിധാനങ്ങൾ നമ്മളെ പരസ്പരം ഭിന്നിപ്പിക്കാനുള്ളതല്ല, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിയെ നിലനിർത്താനാണെന്നുള്ള ആ ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം. ഇത് ഒരപേക്ഷയാണ്, മണിപ്പൂരിലെ ജനത്തിനു വേണ്ടിയുള്ളൊരപേക്ഷയാണ്. അവിടെയുള്ള ഏത് വർഗ ജാതികളായാലും പ്രശ്നമില്ല, മനുഷ്യരാണവർ. അവിടെയുള്ള സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയുള്ളൊരപേക്ഷയാണ്. അവർക്ക് സംരക്ഷണം നൽകണം, അവർക്ക് നീതി ലഭിക്കണം, അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ അവരെ സഹായിക്കണം. നമ്മുടെ ഭരണാധികൾ കണ്ണു തുറക്കണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്.